ഹായ് മക്കളെ, +1 ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസമാണ്. മീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയർസിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കില്ല. പ്രിഫറൻസ് ഷെയർസിനാണ് എന്തുണ്ടായിരിക്കുക? പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കുക. ദെൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എങ്ങനെയാണ് വരുന്നത്? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യം ഡിവിഡൻഡ് കിട്ടുക, ഇക്വിറ്റി ഷെയർസിന് അതിനുശേഷമാണ് കിട്ടുന്നത്. ദെൻ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇവിടെ ഫിക്സ്ഡ് അല്ല, ഇക്വിറ്റി ഷെയർസിന്റെ കേസിൽ ഇവിടെ എങ്ങനെയാണ്? ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ കൺവേർട്ടബിലിറ്റി പറഞ്ഞ സമയത്ത് ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പ്രിഫറൻസ് ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതേ ഡിഫറൻസ് കൃത്യമായിട്ട് 4 പോയിന്റ് എളുപ്പത്തിൽ ആലോചിച്ച് വെക്കുക. ഇനി അടുത്തൊരു ചോദ്യമാണ് ഷെയർസും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഷെയർസിന്റെ നേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓണർഷിപ്പ് ക്യാപിറ്റലാണ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ബോറോഡ് ക്യാപിറ്റൽ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ബോറോഡ് ക്യാപിറ്റലാണ്. സ്റ്റേറ്റസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോൾഡർ ഓഫ് ഷെയർസ് ഈസ് ഓണർ എന്നാണ് പറയുന്നത്. ഹോൾഡർ ഓഫ് ഷെയർസിനെ ഓണർ എന്ന് വിളിക്കുന്നു. ദെൻ ഹോൾഡർ ഓഫ് ഡിബഞ്ചർ എങ്ങനെ വിളിക്കുക? ക്രെഡിറ്റർ എന്നാണ് വിളിക്കുന്നത്. വോട്ടിംഗ് റൈറ്റ് ആർക്കാണുള്ളത്? ഷെയർസിന് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ, ഡിബഞ്ചർ എന്തായിരിക്കില്ല? വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. റിട്ടേൺ എങ്ങനെയാണ് കിട്ടുക? ഡിവിഡൻഡ് ആണ് ഷെയർസിന് കിട്ടുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ദെൻ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ഓവർ ദി മാനേജ്മെന്റ്, ഷെയർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എങ്ങനെയാണ്? നോ കൺട്രോൾ ഓവർ ദി മാനേജ്മെന്റ് എന്ന് പറയാം. സോ ഇതേപോലെ 4 ഡിഫറൻസ് എങ്കിലും കൃത്യമായിട്ട് എന്താക്കുക? നിങ്ങൾ 2 ചോദ്യത്തിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് 4 മാർക്ക് 5 മാർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതേപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.